ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം 12-13. ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനാകുകയും ചെയ്തു. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ല നമ്മൾ കേൾക്കേണ്ടത്. നമ്മൾ കേൾക്കേണ്ടത് യേശുവിന്റെ രക്തം വഴി ഉള്ള നിത്യജീവന്റെ വചസ്സുകളാണ് നമ്മൾ കേൾക്കേണ്ടത്. പല വ്യക്തികൾക്കും ചെവിക്ക് ഇമ്പമുള്ള വചനങ്ങളാണ് അവർ തേടി പോകുന്നത്. എവിടെ എനിക്ക് എന്തെങ്കിലും കിട്ടും, അനുഗ്രഹം കിട്ടും എന്നുള്ളത്. അനുഗ്രഹം ദൈവത്തിന്റെ വചനത്തിലാണ്. Are you with me? The blessing is in the word. ഇപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് അല്ലേ? യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. എന്താണ്? വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു, ആ വചനത്തിന്റെ മഹിമ നമ്മൾ ദർശിച്ചു. ഞാൻ നിങ്ങളും ഈ ദൈവത്തിന്റെ വചനം എപ്പോൾ സ്വന്തമാക്കുന്നുവോ, അതിൽ ഞാൻ വിശ്വസിക്കുന്നുവോ, did I not tell you that you will see the glory of God? എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തിന്റെ മഹിമ വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്തുമാത്രം ദൈവത്തിന് കൊടുക്കുന്നുവോ അത്രയധികം എന്ന് പറഞ്ഞാൽ ആ അളവനുസരിച്ച് ദൈവം നമുക്ക് തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സിസ്റ്റർ ഒന്ന് വായിക്കുക, ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 38-ാമത്തെ വചനം. അതുകൊണ്ടാണ് സങ്കീർത്തനം 23-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം ഇങ്ങനെയല്ലേ പറയുന്നത്, നമുക്കറിയാം അല്ലേ? Surely goodness and mercy shall follow me all the days of my life, and I will dwell in the house of the Lord forever. Goodness and mercy shall follow me. അല്ലേ? നമുക്കറിയാം ഡ്യൂട്രോണമി പുസ്തകത്തിൽ പറയുന്നുണ്ട് that the blessings of the Lord shall overtake you. അല്ലേ? പിന്നെ പറയുന്നുണ്ട് you shall be the head and not the tail. You shall be above and not below. അല്ലേ? പിന്നെ നമുക്കറിയാം യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ മോശയുടെ കൂടെ ആയിരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഒരു മനുഷ്യന് നിന്റെ മുമ്പിൽ നിൽക്കുവാൻ പറ്റുകയില്ല. ഇതൊക്കെ സഹോദര, ഇത് മോശയ്ക്കും ജോഷുവയ്ക്കും ഒക്കെ കൊടുത്ത വാക്കുകൾ മാത്രമല്ല, ഇത് എനിക്കും നിങ്ങളുടെയും സ്വന്തമാക്കാൻ അവകാശമുള്ളതാണ്. Are you with me? You just have to have the faith of Joshua, or the dedication of Joshua, or the faith of Moses. അപ്പോൾ അത് ആ വാഗ്ദാനങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് become a reality. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സിസ്റ്റർ ഒന്ന് വായിച്ചേ. കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഈ കൊടുക്കുവിൻ എന്നുള്ളതാണ് is the economy of the kingdom of heaven. സ്വർഗരാജ്യത്തിലെ ഇക്കോണമി is give and you will get back. Are you with me? സ്വർഗരാജ്യത്തിലെ ഇക്കോണമി is sow. Are you with me? സ്വർഗരാജ്യത്തിലെ ഇക്കോണമി is sow and you will reap. Give and you will get. Give ചെയ്താൽ എന്ത് കിട്ടും? വായിച്ചേ. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും. ആദ്യം മുതലൊന്ന് വായിച്ചേ. കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും. കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും. ഗുഡ് മെഷർ, പ്രസ് ഡൗൺ, ഷേക്കൺ ആൻഡ് ഓവർഫ്ലോയിങ്. ആ മെഷറിനെ കുറിച്ച് മലയാളത്തിൽ പറയുന്നില്ല, പറയുന്നുണ്ടോ? ഐ ഡോണ്ട് നോ. യു വിൽ ഗെറ്റ് ഗുഡ് മെഷർ. അമർത്തി കുലുക്കി കവിഞ്ഞ്. ഗുഡ് മെഷർ. ഓക്കെ. അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, ദൈവരാജ്യത്തിന്റെ ആ ഇക്കോണമി ഈസ് ടു ഗിവ് ടു ദ ലോർഡ്. നമ്മൾ ദൈവത്തിന് എന്തുമാത്രം കൊടുക്കുന്നുവോ ദൈവം അതനുസരിച്ച് നമുക്ക് തിരിച്ചു തരും. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ഹല്ലേലൂയ. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 13 മുതൽ 16 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും ദൈവം പറയുകയാണ്, ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെയും ജീവിതങ്ങളിൽ അവൻ എന്താണ് പ്രവർത്തിക്കുന്നത് ഒന്ന് വായിക്കാമോ? സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് വെളിപ്പെടുത്തും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ട് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അവിടെ മനസ്സിലാക്കണം 1-2 കാര്യങ്ങൾ. ആ വചനത്തിൽ 3-4 വചനങ്ങൾ വായിക്കാൻ അവിടെ മനസ്സിലാക്കുന്ന ഒന്ന് ഈസ് എൻ ഇല്യൂമിനേറ്റർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ഓർ എൻ ഇൻ്റർപ്രറ്റർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അവൻ ദൈവത്തിൽ നിന്ന് എടുത്ത് നമ്മൾക്ക് നൽകിത്തരും. നമ്മളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് തക്ക സമയത്ത് തക്ക വിധത്തിൽ അവൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. ഹീ ഈസ് എൻ ഇല്യൂമിനേറ്റർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്.
നമ്മൾ അന്ധകാരത്തിലല്ല, പക്ഷെ ദൈവത്തിൻ്റെ പ്രകാശത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഹീ ഈസ് എൻ ഇല്യൂമിനേറ്റർ. നമുക്കറിയാം എഫീഷ്യൻസ് 1-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം പറയുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവാണ് അവൻ നമുക്ക് യേശുവിനെ കുറിച്ചുള്ള ഒരു റെവലേഷൻ നോളജ് തരും. അപ്പോൾ നമുക്ക് യേശു ആരാണെന്നും അവൻ നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുവാൻ കഴിവുണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ ആ കുരിശ് ചെയ്ത് പൂർത്തീകരിച്ച് ആ പ്രവൃത്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അവൻ നമ്മളെ ദൈവത്തിനെ കുറിച്ചുള്ള ജ്ഞാനം നമ്മൾക്ക് തരും. ജ്ഞാനമില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുകയില്ല. യു നീഡ് റെവലേഷൻ നോളജ്. പിന്നെ വേറെ ഒന്നുണ്ട്, ഹീ ഈസ് എൻ അഡ്മിനിസ്ട്രേറ്റർ. He rules and governs our life. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, റോമാർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവാത്മാവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പറഞ്ഞാൽ എൻ്റെ ജീവിതം ക്രമീകരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവിന് ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്നെ നയിക്കാൻ പറ്റും? ഹലോ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിന് സമർപ്പിച്ച ഒരു ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുകയാണ് നമ്മൾ. കാരണം എന്താണ്? നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആലോചിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചും ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചുമായിരിക്കും. Are you with me? Hallelujah. പിന്നെ വേറെ ഒന്ന്, അവൻ നമ്മളെ പഠിപ്പിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കും. കാരണം നമുക്കറിയാം, പ്രയാസമുള്ളപ്പോൾ, നിരാശനായി പോകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയും, വിഷമിക്കേണ്ട. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വചനങ്ങൾ അവൻ നമ്മൾക്ക് ഓർമ്മയിൽ കൊണ്ടുവരും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം വായിക്കണം. He will bring to our remembrance all that I have told you. അപ്പോൾ പലപ്പോഴും നമുക്ക് നിരാശനാവുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു വചനം ഇട്ടു തരും. ആ വചനം കേൾക്കുമ്പോൾ നമുക്ക് അതിൽ ആശ്രയിക്കും. അവിടെ നമുക്കൊരു ആശ്വാസം കിട്ടും, ഒരു സമാധാനം കിട്ടും. നമുക്ക് ഭയമുള്ളപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അവൻ കൊണ്ടുവരും. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തെങ്കിലും കൂടെ പോകുമ്പോൾ, നിരാശ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കും. എൻ്റെ ദൈവത്തിന് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറാൻ കഴിവുള്ളവനാണ്. That is the work of the Holy Spirit. അത് ഞാൻ പറയാൻ വന്നതാണ്, യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിക്ക് എന്താ പറയുക? മേന്മ. ഓക്കെ, മേന്മ will improve. The quality will improve. Even though you are going through some troubles, the troubles will be external. Are you with me? Because നമുക്ക് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വചനം നമുക്ക് കിട്ടും. എന്താണ്? എഫിഷ്യൻസ് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ, അല്ലേ? 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ, that he is seated in the heavenlies, far above every principality and power, every dominion and might, and every name that is named. പിന്നെ ദൈവം ഒരു വചനം, ഒരു ദൂതിടും, നീയും അവൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. എല്ലാം അവൻ്റെ കാൽക്കൽ കീഴെ ആയതുകൊണ്ട് നിൻ്റെയും കാൽക്കൽ കീഴെയാണ്. നീ എന്ന് പറയുന്നത് സഭയുടെ കൂടെ അവനോടുകൂടി ഐക്യത്തിൽ ഒന്നാണെങ്കിൽ അവൻ എവിടെ ഇരിക്കുന്നുവോ അവിടെ സഭയുമുണ്ട്. കാരണം എഫിഷ്യൻസ് ലേഖനം പറയുന്നുണ്ട്, അവൻ്റെ പൂർണ്ണത അവൻ്റെ സഭയിലാണ് വരുന്നത്. The completion of the glory of God is in his church. Hallelujah. അപ്പോൾ അങ്ങനെ വായിക്കണം 14:26. അപ്പോൾ യോഹന്നാൻ അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നമ്മൾക്ക് അവൻ പറഞ്ഞിരിക്കുന്ന ഓരോ വചനങ്ങളും ആ തക്ക സമയത്ത് നമുക്ക് ആവശ്യമുള്ളത്, ഒരു വൈദ്യൻ നമുക്ക് മരുന്ന് തരുന്നത് പോലെ, മരുന്ന് പല രോഗങ്ങളും പല മരുന്നല്ലേ, അതുപോലെ നമ്മളുടെ ഓരോ ആവശ്യങ്ങൾക്കും തക്ക വചനങ്ങൾ ആ പരിശുദ്ധാത്മാവ് നമ്മളെ അനുസ്മരിപ്പിക്കും. വായിച്ചേ. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും, ഒന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നതെല്ലാം എനിക്ക് ആവശ്യമുള്ള സമയത്ത് എനിക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് ഇനി വരുമ്പോൾ എനിക്ക് പിന്നെ ഭയത്തിന് ഇടമില്ല നമ്മുടെ. കാരണം ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പെർഫെക്റ്റ് ലവ് കാസ്റ്റ്സ് ഔട്ട് ഓൾ ഫിയർ, അല്ലേ?
കാരണം അതാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, യോഹന്നാൻ്റെ ലേഖനം 1 John 2:15 പറഞ്ഞത് എന്താണ്? ലോകത്തെ സ്നേഹിക്കുകയാണെങ്കിൽ പിതാവിൻ്റെ സ്നേഹം എന്നിലില്ല. പക്ഷേ പിതാവിൻ്റെ സ്നേഹം എന്നിൽ ഉള്ളപ്പോൾ എനിക്ക് ഭയത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടമില്ല. കാരണം ഞാൻ ആശ്രയിക്കുന്നത് ഈ ലോകത്തെ അല്ല, ഞാൻ ആശ്രയിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള സപ്ലൈ ആണ്. ഐ ഡിപ്പെൻഡ് ഓൺ ദി ഹെവൻലി സപ്ലയർ ഫോർ എവറി നീഡ് ഓഫ് മൈൻ. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ വചനത്തിൽ, നീ എന്നോട് ചോദിക്കുന്നത് എല്ലാം ഞാൻ നിനക്ക് തരും. സോ വായിച്ചേ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇത് വെറുതെ ഒരു അക്കാഡമിക് ഇൻ്റലക്ച്വൽ നോളജിനല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ, പ്രായോഗികമായ ജീവിതത്തിൽ യു മസ്റ്റ് ബി ഏബിൾ ടു എക്സ്പീരിയൻസ് ഇറ്റ്. ഹല്ലേലൂയ. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. ആമേൻ, ആമേൻ. അപ്പോൾ ഒരു നോക്കി നമ്മൾ ആരാണ്? ദൈവരാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ ആരാണ് ഈ ലോകത്തിൽ? അവൻ്റെ സ്ഥാനപതികളാണ്, തീർച്ചയായിട്ടും മക്കളാണ്. ഇപ്പോൾ ഒരു രാജാവ് ഉണ്ടെങ്കിൽ രാജാവിൻ്റെ മകനെ ഒരു അംബാസിഡറായിട്ട് വിടാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഐ വിത്ത് മീ. നമ്മൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ സ്വർഗരാജ്യത്തിലെ സ്ഥാനപതികളാണ് ഇവിടെ. അതാണ് കൊരിന്ത്യസ് ലേഖനത്തിൽ പറയുന്നത്, 2 Corinthians 5:20 പറയുന്നത്. ഒന്ന് വായിക്കണം. ആ സ്ഥാനപതികൾക്ക് ഒരു ദൗത്യമുണ്ട്. ഇവിടെ വന്നിട്ട് വെറുതെ അതും ഇതും അലസി ചെയ്യാനായിട്ടല്ല. ആ സ്ഥാനപതി ആക്കിയിരിക്കുന്ന ഈ ലോകത്തിലേക്ക് നമ്മളെ വിട്ടിരിക്കുന്നത് ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്. ഞാൻ ഒരു തരത്തിൽ പറയാം, ഒരേ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്. വായിച്ചേ, 2 Corinthians 5:20. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ദൈവത്തോട് രമ്യതപ്പെടും. കാരണം ആ രമ്യതയിലൂടെയാണ് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഐ വിത്ത് മീ. ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ആ ദൈവവുമായിട്ട് നമ്മൾ രമ്യപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിലും അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആൻഡ് വി ആർ നൗ, ദാറ്റ് ഈസ് ഇൻ 3:20 പറയുന്നുണ്ട്, ഫിലിപ്പിയൻസ് 3:20 പറയുന്നുണ്ട്, അവർ സിറ്റിസൺഷിപ്പ് ഇസ് ഇൻ ഹെവൻ. എൻ്റെയും നിങ്ങളുടെയും പൗരത്വം സ്വർഗത്തിലാണ്. സ്വന്തം വായിച്ചേ. ഭൗതികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആ രാജ്യത്തിലെ സ്ഥാനപതികളാണെങ്കിൽ ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ മുകളിൽ ദൈവം നമ്മൾക്ക് അധികാരം തരും. 1 സാമുവേൽ 10-ാമത്തെ വചനം വായിക്കാം. സൗലിനെ സോളമൻ പ്രവാചകൻ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ദൈവം പറയുകയാണ്. 1 Samuel 10:1. സാമുവൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് സാവുളിൻ്റെ ശിരസിൽ ഒഴിച്ചു, അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേകിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. അവിടെ പറഞ്ഞല്ലോ, ഒന്നും കൂടെ വായിച്ചേ. കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേകിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത്, ഹി മെയ്ഡ് സോൾ ദ കമാൻഡർ ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ്. ദൈവത്തിൻ്റെ അവകാശം, ദൈവത്തിൻ്റെ ഓഹരി എന്താണ്? ദൈവത്തിൻ്റെ ജനമാണ്. ഐ വിത്ത് മീ. You and I are the inheritance of Jesus. പറയുന്നുണ്ടോ? അവിടുത്തെ തൻ്റെ അവകാശമായ ജനത്തിന് രാജാവായി കർത്താവ് നിന്നെ വാഴിച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവൻ്റെ ഈ ലോകത്തിലെ ഓഹരി ഇവിടുത്തെ എന്നാ പറയുന്നത് ബിസിനസ്സുകളോ ഒന്നുമല്ല, അവൻ്റെ മക്കളാണ് അവൻ്റെ ഓഹരി. അതിൻ്റെ മുകളിലാണ് ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത് സൗളിന്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും അഭിഷേകമുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനപതികളാണെങ്കിൽ ദൈവത്തിൻ്റെ ഓഹരിയെയാണ് നമ്മൾ നോക്കേണ്ടത്. ഐ വിത്ത് മീ. ദൈവത്തിൻ്റെ ഓഹരിയുടെ ക്ഷേമമാണ് നമ്മൾ നോക്കേണ്ടത്. ദൈവത്തിൻ്റെ മക്കളുടെ ക്ഷേമമാണ് നമ്മൾ നോക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ യേശുവുമായിട്ട് ദൈവവുമായിട്ട് നമ്മൾക്കൊരു സ്നേഹബന്ധമുള്ളപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ടാകണം, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല, എൻ്റെ ആവശ്യങ്ങളെല്ലാം എന്നെ സ്നേഹിക്കുന്ന ദൈവം നിറവേറി തരുമെന്നുള്ളത്. ഹല്ലേലൂയ. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായം 16 മുതൽ 19 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം ഹാഗാറിനെ എങ്ങനെ സാറയുടെ പ്രേരണ പ്രകാരം ദൈവത്തിൻ്റെ ഹിതപ്രകാരവും എങ്ങനെയാണ് ഹാഗാറിനെയും ഇഷ്മയേലിനെയും
അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് എബ്രഹാം. അവിടെ ഇഷ്മേൽ മരിക്കാൻ കിടക്കുകയായിരുന്നു. അപ്പോൾ ഹഗാർ ആ കുഞ്ഞിൻ്റെ മരണം കാണാൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് അകലെ വന്ന് നിലവിളിച്ച് കരഞ്ഞപേക്ഷിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം ആ ബാലൻ്റെ കരച്ചിൽ കേട്ടു. ആ കരച്ചിൽ കേട്ട് കഴിഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്തു? 19-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? ജെനസിസ് 21:19. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽസഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ഹല്ലേലൂയ. അവിടെ ഒരു കിണർ ഉണ്ടാക്കി എന്ന് പറയുന്നില്ല, അവളുടെ കണ്ണുകൾ തുറന്നു. സഹോദരി, ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ വിശ്വസിക്കുമ്പോൾ, ദൈവം നമ്മൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ കരുതലുണ്ട്. പക്ഷെ പല വ്യക്തികൾക്കും അവരുടെ കണ്ണുകൾ, ആത്മീയ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. അത് കാണാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അത് കേൾക്കാൻ പറ്റുന്നില്ല, അത് വിശ്വസിക്കാനും പറ്റുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം 1 കൊരിന്ത്യർ 2-ാം 9-ാമത്തെ വചനം പറയുന്നുണ്ട്, ഐ ഹാസ് നോട്ട് സീൻ, ഇയർ ഹാസ് നോട്ട് ഹേർഡ്, നോർ ഹാസ് എ ഹ്യൂമൻ ഹാർട്ട് പെർസീവ്ഡ്. പക്ഷെ അടുത്ത വചനം പറയുന്നുണ്ട്, വാട്ട് ഗോഡ് ഹാസ് കെപ്റ്റ് ഇൻ സ്റ്റോർ ഫോർ ദോസ് ഹു ലവ് ഹിം. പക്ഷേ അടുത്ത വചനം പറയുന്നുണ്ട്, ബട്ട് വി ഹാവ് സീൻ ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ലിവിംഗ് ഗോഡ്. അപ്പോൾ നമ്മൾ ദൈവവുമായിട്ട് ഒരു ആഴമായ സ്നേഹബന്ധമുണ്ടപ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ, ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റുമ്പോൾ നമ്മളത് പ്രാപിക്കാൻ പറ്റും. ഹഗാർ ആ കിണർ കണ്ടപ്പോൾ ആ കിണറ്റിൽ പോയി ബാലനും അവൾക്കും വേണ്ടി വെള്ളം കോരി. ഞാൻ പറയട്ടെ, അപ്പോൾ ദൈവത്തിൻ്റെ പ്രൊവിഷന് കുറവില്ല. പലപ്പോഴും നമ്മളുടെ കണ്ണുകൾ, ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എഫെസ്യൻസ് 1-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? that the eyes of the understanding may be opened, that they may be able to see what is the glory of his inheritance in the saints. അവരുടെ ആത്മീയ നേത്രങ്ങൾ തുറക്കണമേ. എന്താണ്? ദൈവത്തിൻ്റെ, അവൻ്റെ ജനത്തിലുള്ള മഹിമ അവർ കാണണമെന്ന്. ഐ വിത്ത് മീ? അപ്പം എന്നെ നിങ്ങളെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെടാൻ വേണ്ടിയാണ്. ഐ വിത്ത് മീ? നമ്മൾ ദാരിദ്ര്യത്തിലോ അല്ലെങ്കിൽ എന്നാ അസുഖത്തിലോ രോഗത്തിലോ ജീവിക്കേണ്ടവരല്ല. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടേണ്ടതാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ആ വചനം പറയുന്നത്, അവരുടെ ആത്മീയ നേത്രങ്ങൾ തുറക്കണമേ. ദൈവം അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ഓഹരിയായിരിക്കുന്ന ആ ജനത്തിൽ നിന്ന് വരേണ്ട മഹിമ അവർക്ക് കാണത്തക്ക വിധം. എഫിഷ്യൻസ് 1:18. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അവസാനത്തെ കൂടെ വായിച്ചേ. അല്ല, ആ പോർഷന്റെ സെക്കൻഡ് പാർട്ട് ഓഫ് ദാറ്റ് വേർഡ്, വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. കറക്റ്റ് ട്രാൻസ്ലേഷൻ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. അവിടെ വളരെ വ്യത്യാസമുണ്ട്. ആ മഹത്വം മനുഷ്യൻ്റേതായിട്ടാണ്, പക്ഷേ വചനത്തിൽ പറയുന്ന മഹത്വം ദൈവത്തിൻ്റെതാണ്. ദി ഐസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ബീങ് എൻലൈറ്റൻഡ്, ദാറ്റ് യു മേ നോ വാട്ട് ഈസ് ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്, വാട്ട് ആർ ദ റിച്ചസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ്. അവൻ്റെ അവകാശത്തിൻ്റെ മഹത്വം അവർക്ക് കാണത്തക്ക വിധം ആ ആന്തരിക നേത്രങ്ങൾ തുറക്കണം. അപ്പോൾ ഞാനും നിങ്ങളും ദൈവത്തെ സ്വന്തമാക്കുമ്പോൾ ആ ദൈവം നമ്മൾക്ക് അവൻ കരുതി വെച്ചിരിക്കുന്നത് വെളിപ്പെടുത്തി തരും. അങ്ങനെ അവൻ കരുതിയിട്ടുണ്ടെങ്കിൽ കുറവുണ്ടാകുമോ? ഇല്ല. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ വിൽ ലാക്ക് നത്തിങ്. അവൻ്റെ പല സങ്കീർത്തനങ്ങളും എഴുതിയിരിക്കുമ്പോൾ എന്നാണ്, ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ മരണത്തിൻ്റെ നിഴലിലായിരുന്നപ്പോഴാണ് അവൻ എഴുതുന്നത്, ഐ താങ്ക് യു ലോർഡ്, ഐ പ്രൈസ് യു ലോർഡ്. നമ്മൾക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പീഡനങ്ങളും ഉള്ളപ്പോൾ കൈ ഉയർത്തി ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? പറ്റണം. ഹല്ലേലൂയ. നമ്മൾക്ക് പ്രയാസമുള്ളപ്പോൾ, ബുദ്ധിമുട്ടുള്ളപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ പറ്റണം. എന്തുകൊണ്ട്? സങ്കീർത്തനം 22:3 പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ ഉപവിഷ്ടനായ ദൈവം അവൻ പരിശുദ്ധനാണ്. സ്തുതികളുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായവൻ പരിശുദ്ധനാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രയാസവേളയിൽ ഞാൻ കൈകൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ അവൻ്റെ സാന്നിധ്യം എൻ്റെ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങുമ്പോൾ പ്രശ്നത്തിന് ഇടയുണ്ടോ? ഇല്ല. ഐ വിത്ത് മീ?
We must understand this is the kingdom principle. That you praise the Lord, you worship the Lord, His presence will come there. His manifested presence will come into that situation. ഹല്ലേലൂയ. കാരണം എന്താണ്? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ലോകത്തിന് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. പക്ഷേ വിശ്വാസികളാകുന്ന നമ്മൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റണം. അത് ഒരു ആത്മീയ തലത്തിൽ ഉൾക്കൊള്ളുക മാത്രമല്ല, ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തോടെ നമുക്ക് ഉൾക്കൊള്ളണം. അതുകൊണ്ട് ദൈവത്തിന് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം പറയുന്നുണ്ട്, ലോകത്തിന് ഇതൊന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല. പലപ്പോഴും ലോകം ചിന്തിക്കുമായിരിക്കും, ഇവിടെ പ്രഘോഷിക്കുന്നതൊക്കെ ഭോഷത്വമല്ലേ, അതിനേക്കാളൊക്കെ ഇന്ന് നല്ല കാര്യങ്ങളുണ്ട്. വായിക്കാം സിസ്റ്റർ. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, അപ്പോൾ നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ആമേൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ യേശുവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞില്ലേ, ഒരു വെളിപാടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ ഭോഷത്വമായിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എൻ്റെ ജനം അജ്ഞത മൂലം നശിച്ചു പോവുകയാണ്. Are you with me? For lack of understanding, my people are being destroyed. സഹോദരൻ, നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരേ ഒരു പ്രാർത്ഥനയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ്. ഈ ജ്ഞാനവും വെളിപാടും അവരുടെ ജീവിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ there will be an explosion. And that explosion, my dear brother and sister, is going to come soon. They are going to come into the churches and they are going to say, enough is enough. Enough is enough. We are going to worship the Lord in spirit and in truth. Hallelujah. They are going to say, the Lord says, it is such people that the Father is seeking. Not the type of worship in Jerusalem, which is based on the law. Not the type of worship in the mountaintop, which is a mixture. But the Lord is seeking such as worship Him in spirit and in truth. ആ കാലം വരും സഹോദര സഹോദരി. You will see it. People are going to throw the idols out. And the temple that is built for God is going to be used as a place of worship in spirit and in truth. Hallelujah. 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 അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം, ദൈവം എത്ര സങ്കടത്തോടെ പറയാണ്, ജീവന്റെ ഉറവിടമാകുന്ന യേശുവിനെ വേണ്ട എന്ന് വെച്ചിട്ട് അവർ എന്തിനാ തേടി പോകുന്നത് എന്നുള്ളത്. വായിച്ചു സിസ്റ്റർ. ജെറമ്യാ 2:13. കർത്താവ് അരുളി ചെയ്യുന്നു, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ട കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇന്ന് അതാണ് സഭയുടെ അല്ലെങ്കിൽ അവസ്ഥ. യേശു വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കാൻ പറ്റുന്നതാണ്. കാരണം നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലേ, ഗലേഷ്യൻസ് 3-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം പറയുന്നുണ്ട്, എനിക്കും നിങ്ങൾക്കും അവൻ എൻ്റെ നിങ്ങളുടെ ശാപമെടുത്തിട്ട് ആ കുരിശേൽ തൂങ്ങി മരിച്ചു. എന്തിന്? എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ വിജാതിയർ പ്രാപിക്കാൻ വേണ്ടി. അപ്പോൾ എബ്രഹാമിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, അല്ലേ? എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹവും എൻ്റെ നിങ്ങളുടെ അവകാശമാണ്. ആ അവകാശം എൻ്റെ നിങ്ങളെ ആകുന്നത് എപ്പോഴാണ്? ആ യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മരിച്ചപ്പോൾ. ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ വിശ്വസിക്കാൻ തയ്യാറല്ല. അവർക്ക് വേണ്ടത് ദൈവം തരുന്ന അനുഗ്രഹമല്ല, അവർക്ക് വേണ്ടത് മനുഷ്യൻ തരുന്ന അനുഗ്രഹം, മനുഷ്യൻ തരുന്ന അംഗീകാരം, അല്ലെങ്കിൽ സഭയിലോ അല്ലെങ്കിൽ മതത്തിലോ ഉള്ള സ്ഥാനങ്ങൾ, ഇതൊക്കെയാണ് അവർക്ക് വേണ്ടത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ആ യേശുവിൽ അവിടെ പറയാണ്, എന്നാ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ സങ്കടത്തോടെ ദൈവം പറയുന്നത്. ഒന്നും കൂടെ വായിച്ചത് ജെറമ്യാ 2:13. എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ട കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇതല്ലേ ഇന്ന് മതം പഠിപ്പിക്കുന്നത്? രക്ഷിക്കാൻ പറ്റാത്ത മതത്തിൽ ആശ്രയിക്കുകയാണ് മനുഷ്യർ. ഒരു സ്ഥലത്ത് യേശു പറയാണ്, ഞാനാണ് രക്ഷകൻ, എൻ്റെ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ, വേറെ ഒരിടങ്ങളിലും രക്ഷയില്ല എന്ന് ദൈവം പറയുമ്പോൾ അത് ഉപേക്ഷിക്കുകയാണ്. മതം പറയുകയാണ്, നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ ആരാധിക്കുക, ഇന്ന നേർച്ച ചെയ്യുക, ഇന്ന പ്രവൃത്തികൾ ചെയ്യുക, ഇന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ന പാരമ്പര്യമൊക്കെ ചെയ്യുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. അതവർ സ്വീകരിക്കുകയാണ്. പൊട്ടക്കിണറ്റിലാണ് അവർ ആശ്രയിക്കുന്നത്. വെള്ളം സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്ത സിസ്റ്റേൺസ്, അതിലാണ് അവർ ആശ്രയിക്കുന്നത്. ഇതാണ് സഭയുടെ അവസ്ഥ. Are you with me?
എന്നിട്ട് അവർ പറയും യേശു ക്രിസ്തു വാനമേഘങ്ങൾ വരുമ്പോൾ എന്നെയും കൊണ്ടുപോകുമെന്ന്. എങ്ങനെ കൊണ്ടുപോകും? വ്യഭിചാരം ചെയ്യുന്ന ആ മണവാട്ടിയെ കൊണ്ടുപോകുമോ? ഇല്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് അല്ലേ, യോഹന്നാൻ യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് തുടങ്ങുന്നത് തന്നെ വ്യഭിചാരികളെ, ഹലോ, ആ ടൈറ്റിൽ തന്നിട്ടാണ് തുടങ്ങുന്നത്. അഡൾട്ടറേഴ്സ് ആൻഡ് അഡൾട്ടറസസ്. അവിടെ സ്ത്രീകളെ വിട്ടിട്ടില്ല. ഹലോ, കാരണം എന്താണ്? ഞാൻ നിശ്ചയം ചെയ്ത ഒരു വരനുമായിട്ട് മാത്രമേ എനിക്ക് സ്നേഹബന്ധം ഉണ്ടാകാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോക്കസ് മസ്റ്റ് ബി ഓൺ മൈ ഫിയാൻസേ, ഓൺ മൈ ഗ്രൂം. ഐ കനോട്ട് ഈവൻ ലുക്ക് അറ്റ് എനിവൺ എൽസ്. ഇന്ന് അതിന് പകരം ആത്മീയ വ്യഭിചാരം. അതുകൊണ്ട് ഹോസേ പ്രവാചകൻ 5:4 എന്ന് വായിച്ചേ. ഹോസിയ 5:4 says വ്യഭിചാര ദുർഭൂതം, ബുദ്ധിയല്ല, ഭൂതം. There is a spirit of harlotry. ഇന്ന് സഭയിൽ അതാ ഉള്ളത്. മിക്ക സഭകളിലും ഉള്ളത് അതാണ്. There is a spirit of harlotry. ഹാർലട്രി എന്ന് പറഞ്ഞാൽ അവർ വേറൊരു സ്ത്രീയോ മനുഷ്യനുമായിട്ടുള്ള വല്ല ലൈംഗിക ബന്ധത്തിനെ കുറിച്ചല്ല പറയുന്നത്. അവർ ആത്മീയ ഹാർലട്രി ചെയ്യാണ്, സ്പിരിച്വൽ അഡൾട്ടറി. തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നുമില്ല. എന്തുകൊണ്ടാണ്? അവൻ വാഗ്ദാനം ചെയ്ത് അവൻ്റെ വചനങ്ങൾ അറിയുവാനോ അത് വായിക്കുവാനോ അത് സ്വീകരിക്കുവാനോ വിശ്വസിക്കുവാനോ അവർക്ക് സമയമില്ല, അവർക്ക് മനസ്സില്ല. അതേസമയത്ത് മനുഷ്യൻ പറയുന്നതെല്ലാം വള്ളി പുള്ളി മാറാതെ അനുസരിക്കാൻ അവർ തയ്യാറാണ്. ഇത് എത്ര പറഞ്ഞാലും they will never understand. It is because the spirit of harlotry has gone into them. വ്യഭിചാരത്തിന്റെ ദുർഭൂതം അവരെ പിടിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സഭയ്ക്ക് I tell you one thing, if you are praying for a church, the prayer must be ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ വെളിപാടും അവർക്ക് കിട്ടണം. That is enough. That will be like മുല്ലപ്പെരിയാർ പൊട്ടുന്നത് പോലെ. ഹലോ, മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അവിടെ ഇടുക്കി മാത്രമല്ല എറണാകുളം പോകും എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഈ ലോകമെമ്പാടും ദൈവത്തിൻ്റെ കൃപയാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ജലം കൊണ്ട് കഴുകി ആ ദൈവത്തിന് സ്വന്തമാക്കും. യു മസ്റ്റ് പ്രേ ഫോർ ദാറ്റ്. ഇപ്പം നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യു മസ്റ്റ് പ്രേ that there will be a spirit of wisdom and of revelation. Wisdom എവിടെ നിന്നാണ് വരുന്നത്? We know the fear of the Lord is the beginning of wisdom. പ്രോവേർബ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ ദൈവത്തിൻ്റെ സഭകളിലൊക്കെ ആ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ് വ്യാപരിക്കണം. അങ്ങനെ ആ ദൈവത്തിൻ്റെ ജനത്തെ തിരികെ ആ സത്യത്തിലേക്കും ആ ജീവനിലേക്കും കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ.